മക്കളെ, ഇന്ന് നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജൻ ജൻ കാ ചെഹരാ ഏക് എന്ന കവിത നോക്കാം. മുക്തിബോധ്ജിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഗജാനൻ മാധവ് മുക്തിബോധ്ജി ആണ് കവിത എഴുതിയിരിക്കുന്നത്. നോക്കാം ഇതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ജൻ ജൻ കാ ചെഹരാ ഏക്. ജൻ ജൻ പറഞ്ഞാൽ സബീ ജൻ കാ ചെഹരാ ഏക് ജൈസാ ഹേ. എല്ലാ ജനങ്ങളുടെയും മുഖം ഒരുപോലെയാണ്, ഒന്നാണ്. അതായത് അദഹ സബീ ജൻ ഏക് ഹേ, എല്ലാ ജനങ്ങളും ഒന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഹിന്ദ് ദേശ് കെ നിവാസി സബീ ജൻ ഏക് ഹേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. രംഗ് രൂപ വേഷഭാഷ ചാഹെ അനേക് ഹേ അറിയാവുന്നതല്ലേ. നോക്കാം എന്താണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നതെന്ന്. ചാഹെ ജിസ് ദേശ് പ്രാന്ത് പുര് കാഹോ ജൻ ജൻ കാ ചെഹരാ ഏക്. ചാഹെ ജിസ് ദേശ് പ്രാന്ത് പുര് കാഹോ. ഏത് രാജ്യത്ത് വസിക്കുന്നവരാവട്ടെ, ജിസ് ദേശ് ഏത് രാജ്യത്തുള്ളവരായിരുന്നാലും, പ്രാന്ത് പറഞ്ഞ പ്രദേശം, ഏത് പ്രദേശത്തുള്ളവരായിരുന്നാലും, പുര് എന്ന് പറഞ്ഞ പട്ടണം, ഏത് പട്ടണത്തിലുള്ളവരായിരുന്നാലും, ജൻ ജൻ കാ ചെഹരാ ഏക് എല്ലാവരുടെയും മുഖം ഒന്നു തന്നെയാണ്, ഒരുപോലെയാണ്. എല്ലാവരുടെയും മുഖം ഒരുപോലെയാണ്. ചാഹെ ജിസ് ദേശ് പ്രാന്ത് പുര് കാഹോ ജൻ ജൻ കാ ചെഹരാ ഏക്. ഏത് ദേശത്ത് വസിക്കുന്നവരായിരുന്നാലും, ഏത് രാജ്യത്ത് വസിക്കുന്നവരായിരുന്നാലും, ഏത് പ്രദേശത്ത് വസിക്കുന്നവരായിരുന്നാലും, ഏത് പട്ടണത്തിൽ വസിക്കുന്നവരായിരുന്നാലും എല്ലാവരുടെയും മുഖം ഒരുപോലെയാണ്. അതായത് എല്ലാ ജനങ്ങളും, അദഹ സബീ ഏക് ഹേ, സബീ ജൻ ഏക് ഹേ, എല്ലാവരും ഒന്നാണ് എന്നാണ് കവി ഈ വരികളിലൂടെ പറയുന്നത്. അതായത് ഇവിടെ കവി ആന്തരിക ഐക്യം പ്രകടിപ്പിക്കുന്നതിലൂടെ ജനങ്ങളുടെ പോരാട്ട വീര്യത്തില് പ്രചോദനവും ആവേശവും പകരുന്നു. ആന്തരിക ഐക്യം പ്രകടിപ്പിക്കുന്നതിലൂടെ ജനങ്ങളുടെ പോരാട്ട വീര്യത്തിൽ പ്രചോദനവും ആവേശവും പകരുന്നു. ഈ വരികളിലൂടെ കവി പറയുന്നത്, ഏത് രാജ്യത്തായാലും, ഏത് പ്രദേശത്തായാലും, ഏത് പട്ടണത്തിലായാലും എല്ലാ ജനങ്ങളുടെയും മുഖം ഒന്ന് തന്നെയാണ്, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നാണ് ഈ വരികളിലൂടെ കവി പറയുന്നത്. അതായത് നമുക്ക് തന്നെ അറിയാം, എല്ലാ ജനങ്ങളും കാഴ്ചയിൽ ഒരുപോലെയാണ് അല്ലെ, തുല്യരാണ്. എല്ലാവർക്കും എന്താ പറയാ, കാഴ്ചയില് ഉള്ളത് കണ്ണ്, മൂക്ക്, ചെവി, കൈ, കാല് അല്ലെ, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, കാഴ്ചയിൽ, ഭംഗിയിൽ, അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും എല്ലാവരും ഒരുപോലെയാണ് എന്നാണ് ഈ വരികളിൽ കവി പറഞ്ഞത്. ഇനി അടുത്തത് നോക്കാം. ഏഷ്യ की, യൂറോപ്പ് की, അമേരിക്ക की, ഗലിയോं की ധൂപ് ഏക്. ആന്തരിക ഐക്യം പ്രകടിപ്പിക്കുന്നതോടൊപ്പം അതിലോടുകൂടെ തന്നെ എന്താ പറയാ, ആന്തരിക ഐക്യം പ്രകടമാക്കുന്നതിലൂടെ കവി ജനങ്ങളുടെ പോരാട്ട വീര്യത്തിൽ പ്രചോദനവും ആവേശവും പകരുന്നു എന്ന് പറഞ്ഞല്ലോ. ഏഷ്യ की, യൂറോപ്പ് की, അമേരിക്ക की. ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക എല്ലായിടങ്ങളിലും, ഏഷ്യയിലാവട്ടെ, യൂറോപ്പിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, എല്ലാ സ്ഥലങ്ങളിലുമുള്ള ധൂപ് പറഞ്ഞ വെളിച്ചം, പ്രകാശം, വെയിൽ, ഏക് ഒന്നാണ്. ഏത് സ്ഥലങ്ങളിലായാലും അവിടെയൊക്കെയുള്ള പ്രകാശം, അവിടെയുള്ള വെയില്, പ്രകാശം, സൂര്യരശ്മി, അവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശം ഒന്നു തന്നെയാണ്. ഏത് സ്ഥലങ്ങളിലായാലും അവർക്കൊക്കെ വെളിച്ചം നൽകുന്ന, പ്രകാശം നൽകുന്ന സൂര്യൻ ഒന്നു തന്നെയാണ്. മനസ്സിലായോ? ഏഷ്യ की, യൂറോപ്പ് की, അമേരിക്ക की, ഗലിയോं की ധൂപ് ഏക്. ഏഷ്യ ആയാലും, യൂറോപ്പ് ആയാലും, അമേരിക്ക ആയാലും, എവിടമായിരുന്നാലും എല്ലാ സ്ഥലങ്ങളിലും വെളിച്ചമെത്തിക്കുന്ന സൂര്യൻ ഒന്നു തന്നെയാണ്. എല്ലാവർക്കും ലഭിക്കുന്ന വെളിച്ചം,
പ്രകാശം, വെയിൽ ഒന്നു തന്നെയാണ് എന്നാണ് പറഞ്ഞത്. കഷ്ട് ദുഃഖ് സന്താപ് കി, കഷ്ട് ദുഃഖ് സന്താപ് കി, വിഷമം, കഷ്ടപ്പാട്, ദുഃഖം, വിഷമം. ചെഹരോ പർ പടി ഹുയി ജുരിയാം, ആ സമയങ്ങളിൽ ചെഹരോം, ചെഹര പറഞ്ഞ മുഖം, മുഖത്ത്, ചെഹരോം പർ മുഖങ്ങളിൽ ഉണ്ടാകുന്ന, മുഖങ്ങളിൽ കാണപ്പെടുന്ന, ജുരിയാം ചുളിവുകൾ, ജുരിയാം കാ രൂപ് ഏക്, ആ ചുളിവുകളുടെ രൂപവും ഒന്നു തന്നെയാണ്. അതായത് എല്ലാ ജനങ്ങളിലും ദുഃഖം, വിഷമം ഒക്കെ വരുന്ന സമയത്ത് അവരുടെയൊക്കെ മുഖങ്ങളിൽ ഉണ്ടാകുന്ന ഭാവം, ദുഃഖം വരുമ്പോഴും അതുപോലെ തന്നെ സന്തോഷം വരുമ്പോൾ, സന്തോഷം വന്നാൽ ചിരിക്കും, എല്ലാവരും ചിരിക്കും അല്ലേ? ചിരിക്കുന്നത് ഒരുപോലെ തന്നെയാണ് ചിരിക്കുന്നത്. കരയുന്നതും ആ ഭാവങ്ങളൊക്കെ ഒരുപോലെയാണ്. ചിരിക്കുന്നതും കരയുന്നതും, ദേഷ്യം വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാകും. ഏത് ഭാഷയായാലും ഏത് ദേശത്തുള്ളവരായിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ദുഃഖത്തിലാണ്, അവർ സന്തോഷത്തിലാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പൊ കഷ്ടപ്പാടിലായിരുന്നാലും ദുഃഖത്തിലായിരുന്നാലും അത് ഏത് രാജ്യത്തുള്ളവരാവട്ടെ ഏത് ദേശത്തുള്ളവരാവട്ടെ അവർക്ക് അവരുടെ മുഖങ്ങളിൽ ഉണ്ടാകുന്ന ഭാവങ്ങൾ, ചുളിവുകൾ ഒന്നു തന്നെയായിരിക്കും. വിഷമം വരുന്ന സമയത്ത് മുഖങ്ങളിൽ ഉണ്ടാകുന്ന ഭാവങ്ങൾ, ചുളിവുകൾ, ദേഷ്യത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും ഉണ്ടാകുന്ന ഭാവങ്ങളൊക്കെ ഒന്നു തന്നെയായിരിക്കും എന്നാണ് പറഞ്ഞത്. നെറ്റി ചുളിക്കുന്നു അല്ലെ? നെറ്റിയിലുണ്ടാകുന്ന ചുളിവ്, ദേഷ്യം വരുമ്പോൾ നെറ്റി ചുളിക്കും. എല്ലാ ദേശത്തുള്ളവരും എല്ലാ ഭാഷയിലുള്ളവരും ചെയ്യും. അപ്പൊ അതെന്താണ്? ഭാവങ്ങൾ ഒന്നാണ്, ചുളിവുകൾ ഒന്നാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. चेहरों पर पड़ी हुई झुर्रियां का रूप एक, देश में योम ताकत से बांधी हुई मुट्ठियों का एक लक्ष्य. ജോഷ് में, ജോഷ് എന്ന് പറഞ്ഞാല് ആവേശം, ആവേശത്തില് ജോഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവേശം. ആവേശത്തില് അവര് യോം താക്കത്ത്, താക്കത്ത് പറഞ്ഞ ശക്തി, ജോഷ് മേ യോം താക്കത്ത് സേ ബാന്തി ഹുയി, ആവേശത്തിൽ അവര് എന്താ പറയാ, മുഷ്ടി ചുരുട്ട, താക്കത്ത് ശക്തി, താക്കത്ത് പറഞ്ഞ ശക്തി, മുഷ്ടിയോം കെ ബാന്തി, മുഷ്ടി ചുരുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ശക്തി, ശക്തിയുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ്. അവർ ഒരുമിച്ച് മുഷ്ടി ചുരുട്ടുന്നു, ആ ചുരുട്ടിയ മുഷ്ടികളുടെ ശക്തി, അവരുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ്. മനസ്സിലായോ? അത്രയാണ് ഈ വരികളിൽ പറയുന്നത്. അതായത് അവരുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ്, അവര് ആവേശത്തോടെ മുഷ്ടി ചുരുട്ടുന്നു, അവരുടെ ആ ശക്തി, ആ ലക്ഷ്യത്തിന്റെ ശക്തി ഒന്നു തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. ചാഹേ ജിസ് ദേശ് പ്രാന്ത് പുരുക്കാ ഹോ ജൻ ജൻ കാ ചെഹരാ ഏക്, ഏത് ദേശത്തുള്ളവരാവട്ടെ ഏത് രാജ്യത്തുള്ളവരാവട്ടെ അതുപോലെ തന്നെ ഏത് പട്ടണത്തിലുള്ളവരാവട്ടെ എവിടെയുള്ളവരായിരുന്നാലും അവരുടെയൊക്കെ ചെഹര, മുഖം ഒന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കവിതയില് ആന്തരിക ഐക്യം പ്രകടിപ്പിക്കുന്നതിലൂടെ ജനങ്ങളുടെ പോരാട്ട വീര്യത്തില് കവി പ്രചോദനവും ആവേശവും പകരുന്നു. ഈ വരികളിലൂടെ കവി പറയുകയാണ്, ഏത് രാജ്യത്തായാലും ഏത് പ്രദേശത്തായാലും എല്ലാ ജനങ്ങളുടെയും മുഖം ഒന്നു തന്നെയാണ്, എല്ലാവരും തുല്യരാണ് എന്നാണ് ഈ വരികളിലൂടെ കവി പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത നോക്കാം. ഏഷ്യാക്കി, യൂറോപ്പിക്ക്, അമേരിക്കാക്കി, ഏഷ്യയിലായാലും യൂറോപ്പിലായാലും അമേരിക്കയിലായാലും എല്ലാ രാജ്യങ്ങളിലും ഒരേ സൂര്യപ്രകാശം എത്തുന്നു എന്ന് കവി ഈ വരികളിലൂടെ പറയുന്നു. ധൂബിയേക്ക്, എല്ലാ അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ഏഷ്യയിലായാലും എല്ലായിടങ്ങളിലും എത്തുന്ന സൂര്യപ്രകാശം ഒന്നാണ്, എല്ലാ രാജ്യങ്ങളിലും ഒരേ സൂര്യപ്രകാശമാണ് എത്തുന്നത് എന്ന് കവി പറയുന്നു. ആ സൂര്യപ്രകാശം നൽകുന്ന സൂര്യൻ ഒന്നു തന്നെയാണ്.
ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ജുരിയാം ഈ ഭാഗമാണ്. ചേഹരോ പർ പടി ഹുയി ജുരിയാം കാ രൂപ് ഏക്. കഷ്ട ദുഃഖ സന്താപ് കി ചേഹരോ പർ പടി ഹുയി ജുരിയാം കാ രൂപ് ഏക്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കുറച്ച് വേദനയോ അതുപോലെ തന്നെ സങ്കടമോ ഒക്കെ വരുന്ന സമയത്ത് ആളുകളുടെ മുഖത്ത് കാണുന്ന ചുളിവുകളും മുഖത്ത് കാണുന്ന വരകളും ഒന്നു തന്നെയാണ്. കഷ്ട ദുഃഖ സന്താപ് കി ചേഹരോ പർ പടി ഹുയി ജുരിയോം കാ രൂപ് ഏക്. കഷ്ടപ്പാടും ദുഃഖവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ജനങ്ങളുടെയും ആളുകളുടെ മുഖത്ത് കാണപ്പെടുന്ന ചുളിവുകളും അതുപോലെ തന്നെ മുഖത്ത് കാണുന്ന വരകളും ഒക്കെ ഒന്നു തന്നെയാണ്. ജോഷ് മേം യോം താക്കത്ത് സേ ബാന്തി ഹുയി മുട്ടിയോം കാ ഏക് ലക്ഷ്യ. ജോഷ് ആവേശം, ആവേശത്തിൽ അവർ ഒരുമിച്ച് മുഷ്ടി ചുരുട്ടുന്നു. ആവേശത്തിൽ അവര് ഒരുമിച്ച് മുട്ടി പറഞ്ഞ മുഷ്ടി ചുരുട്ടുന്നു. ആ ചുരുട്ടിയ മുഷ്ടികളുടെ ശക്തി ഒന്നു തന്നെയാണ്. എല്ലാവരും ആവേശത്തിൽ ശക്തിയോടെ മുഷ്ടി ചുരുട്ടുന്നു. ആ ചുരുട്ടുന്ന മുഷ്ടികളുടെ ശക്തി ഒന്നു തന്നെയാണ്. അതായത് അവരുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ് എന്നാണ് പറഞ്ഞത്. മുഷ്ടിയോ കാ ലക്ഷ്യ ഏക് ഹേ. അവരുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ് എന്നാണ് ഈ വരികളിലൂടെ കവി പറയുന്നത്. ഇത്രയും ഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.